ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എന്താ പറയുക, ചായ എല്ലാം വെച്ചിട്ടുണ്ട്. അത് തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ കുപ്പിയിൽ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളം കളഞ്ഞ് വേറെ വെള്ളം വെച്ചിട്ട് ചെടി നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ വേരൊക്കെ മെല്ലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി രാവിലെ എണീറ്റതും ഞാൻ എണീറ്റ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരം 6 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാണ്ടോ വെളിച്ചമൊക്കെ മെല്ലെ വെച്ച് വരുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ ഞാൻ വെളിയിലൊക്കെ വിളക്ക് വെച്ച്, അതുപോലെ നമ്മുടെ ദൈവ റൂമിലൊക്കെ വിളക്ക് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം എന്താണ്ടോ നമ്മുടെ റൗലി ചായക്കല്ല പാലിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതാ പൈക്കോയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നല്ല ഉന്മേഷത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും നല്ല സമാധാനത്തോടും കൂടിയൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അത് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അത് കുറച്ച് നേരം നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരു ഉന്മേഷവും സന്തോഷമൊക്കെ കിട്ടും കേട്ടോ. ചിലവർക്ക് രാവിലെ എണീറ്റ് ഇതുപോലെ കുളിയെല്ലാം കഴിഞ്ഞ് വിളക്ക് വെക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ആയിരിക്കും ഒരു സന്തോഷം. ചിലവർക്ക് എക്സസൈസ് ചെയ്യുന്നതായിരിക്കും സന്തോഷം. ചിലവർക്ക് വല്ല ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ വേറെ നീ പാട്ട് കേൾക്കുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സന്തോഷം. ഇപ്പോൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മളിങ്ങനെ ഫസ്റ്റ് തന്നെ ഈ പേപ്പർ വായനയും അതുപോലെ TV ഓൺ ചെയ്ത് കാണലും അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. എന്താ പറഞ്ഞാൽ അതിൽ നമ്മൾ കൂടുതൽ കാണുന്നത് ഈ അപകട വാർത്ത അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് രാവിലെ തന്നെ മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് ഏതാണോ പിടിച്ചത് അതൊരു അരമണിക്കൂർ ഒരു 10 മിനിറ്റോ നമ്മുടെ സൗകര്യത്തിൽ നമ്മളത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ നല്ല ഉന്മേഷവും സന്തോഷവും ഒക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ വിളക്ക് വെക്കും, പാട്ട് വെക്കും, അതൊക്കെ ചെയ്യണ്ട. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഭക്തിപ്പാട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കും. ഇപ്പോൾ കർക്കിടക മാസമായ കാര്യം നമുക്ക് രാമായണം കേൾക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക വേറെ ഭക്തിപ്പാട്ടുകൾ കേൾക്കുക, അതൊക്കെ ചെയ്യാട്ടോ. പക്ഷേ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിലപ്പോൾ നല്ല സിനിമാ പാട്ടൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ജോലി ചെയ്യാൻ നമുക്കൊരു ഉന്മേഷമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തിട്ട് നമ്മുടെ ദിവസം ആരംഭിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം ഏറെക്കുറെയൊക്കെ നമുക്ക് നല്ലതായിരിക്കും. അങ്ങനെ ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അക്ഷയ ഇട്ടോടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അതുപോലെ നമ്മുടെ ഉമ്മറത്ത് പൂക്കൾ നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക, എന്തെങ്കിലും ഒരു പൂവ്. അപ്പോൾ അത് നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മൾ കുറേ ആയിട്ടോ നമ്മുടെ മൺചട്ടിയിൽ കുക്ക് ചെയ്തിട്ട്, അപ്പോൾ അതിലും ഇങ്ങനെ മഴ കാരണം പൂപ്പൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കൊണ്ടുപോയി നന്നായി തന്നെ കഴുകി കൊണ്ടുവന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ പച്ചക്കറി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചൊരക്കയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പിന്നെ നമ്മൾ കഴുകി കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ മൺചട്ടി നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൽ പൂപ്പലൊക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ നമ്മൾ എത്ര തേച്ച് കഴുകിയാലും അപ്പോൾ അതിൻ്റെ ഒരു അംശങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ മൺചട്ടിയിൽ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നല്ല ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് നല്ല ചൂടുവെള്ളം ഞാൻ ഒഴിച്ച് നമ്മുടെ ചട്ടി കഴുകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൺചട്ടിയൊക്കെ ഇതുപോലെ മഴക്കാലത്തൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ആ സമയത്ത് ഇതിൽ എണ്ണയൊക്കെ പുരട്ടിയിട്ട് എടുത്ത് വെച്ചാൽ നന്നായിരിക്കുന്ന പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാനെപ്പോഴും ഇങ്ങനെ ആകുന്ന സമയത്ത് അതിങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് കഴുകാറാണ് കേട്ടോ ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ മൺചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്തു, കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തു, പിന്നെ അതിലേക്ക് ഒരു വലിയുള്ളി, ഒരു തക്കാളി, 2-3 പച്ചമുളകും ചേർത്ത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് വഴണ്ടി വന്നോട്ടെ നമ്മുടെ എന്താ പറയുക തക്കാളി ഇതൊക്കെ. പിന്നെ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമുളക് എല്ലാം മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച് നമ്മുടെ ചുരക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, എന്നാലും നമ്മുടെ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായി തിളച്ച് വന്നതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിവിടെ കിടന്നിട്ട് നല്ല പോലെ വെന്ത് വരണം. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതവിടെ റെഡിയായി വരുന്ന നേരം കൊണ്ട് അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ നമ്മുടെ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ.
അത് നന്നായി ചൂടായി വന്നപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി പൊടിപ്പിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് ഇപ്പം കഴിക്കുമ്പോൾ കുറച്ച് ബലം ഉണ്ടാകും. അപ്പോൾ അതൊന്ന് മാറി നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് ആവി കയറ്റാൻ വെച്ചതാണ്. അപ്പോൾ അത് രണ്ടും റെഡിയാകുന്ന നേരം കൊണ്ട് തന്നെ നമ്മൾ വെളിയിൽ ഈ സൈഡൊന്ന് അടിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതൊക്കെ വേഗം തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പോകുമ്പോഴേക്കും അത് കറക്റ്റായി റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ അവിടെ എല്ലാം അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ നമ്മുടെ വെളിയിൽ അടുക്കളയൊക്കെ ഒന്ന് അടിക്കുന്നുണ്ട്. അതുപോലെ താഴവും എല്ലാം ഒന്ന് അടിച്ച് നമ്മുടെ ജനലില്ല വാതിലിൻ്റെ സൈഡൊക്കെ ഒന്ന് അടിച്ചു കൊടുത്ത് പിന്നെ നമ്മുടെ ചാക്കൊക്കെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ എന്താ പറയുക പൊടിപ്പിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ആവി കയറിയാൽ തന്നെ റെഡിയാവുന്നതാണ്. അപ്പോൾ ഞാൻ അത് മാറ്റി കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ടൈം കൊണ്ട് നന്നായി ആവി കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സമയം കൊണ്ട് നമ്മൾ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ വെളിയിൽ അടുപ്പും തട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കഷ്ണം വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഇതുകൂടെ ഒന്ന് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ വേഗം തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം തുടച്ചെടുത്ത് പോകുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വെള്ളമെല്ലാം കമ്മിയായി വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെ കഴിക്കാൻ തന്നെ നമ്മുടെ കൂട്ടാൻ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത് അത് കൊട്ടുമ്പോൾ ഞാൻ വീഡിയോ ഓണിലാണെന്ന് വിചാരിച്ചു ഓഫായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുപയർ പരിപ്പ് നമ്മൾ പായസം വെക്കുന്ന പരിപ്പില്ലേ അതൊരു 1/2 കപ്പ് എടുത്തിട്ട് വറുത്തിട്ടൊന്നുമില്ല നല്ലപോലെ കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഉള്ള പരിപ്പുകളൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ 2 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് കുറവായ കാരണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചുരക്കയും ചെറുപരിപ്പും കൂടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളം എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത്തിരി കുഴമ്പ് പരുവത്തിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മളിനി വെള്ളം ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ പരിപ്പ് ചേർത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നല്ലപോലെ തിളച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്ത കാരണം ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പം നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കടുക് വറുത്ത് ചേർക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി തളിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. തേങ്ങ ചേർക്കാണ്ട് പരിപ്പ് ചേർത്തിട്ട് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ ചുരക്കക്കറിയാണ്. അപ്പോൾ ഞാനത് മാറ്റി വെച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മൺചട്ടിയിലായ കാരണം തന്നെ അത് നല്ലപോലെ തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ കുപ്പിയിൽ എണ്ണ കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ അശ്വിൻ വന്നിട്ട് നോക്കുന്നുണ്ടായിരുന്നു എന്താ ചെയ്യുന്നത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ ഇങ്ങനെയൊക്കെ ഒഴിക്കണേ അവനൊരേ സംശയം എന്താ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എണ്ണയെല്ലാം ഒഴിച്ച് മാറ്റി നമ്മുടെ ചീനിച്ചട്ടി അടുപ്പി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ വറ്റൽ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കണം നമ്മുടെ കപ്പയ്ക്ക് വറ്റൽ അതുപോലെ തൈരും ഈ കറിയും കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്താ പറയുക കപ്പയ്ക്ക വറ്റലാണ് കേട്ടോ ശരിക്കും പറയുമ്പോൾ നമ്മുടെ ഈ കറിക്ക് നല്ല ടേസ്റ്റായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ വറ്റലെല്ലാം വറുത്തു. പിന്നെ എന്താണെന്നറിയില്ല കേട്ടോ. പതിവിലേറെ നല്ല വിശപ്പ്. സമയം 8 മണി ആയിട്ടേ ഉള്ളൂ. എനിക്ക് 8 മണി ആകുമ്പോഴേക്കും തന്നെ ഇന്ന് ഭയങ്കര വിശപ്പായി. അപ്പോൾ പിന്നെ ഞാൻ ആരെയും നോക്കാൻ നിന്നില്ല. ചോറായി പിന്നെ നമ്മുടെ കൂട്ടാനായി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വറ്റൽ വറുത്തതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുട്ടുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടാൾക്കും പുട്ടും മതി പറഞ്ഞു. അപ്പോൾ എനിക്ക് ചോറാണ് എനിക്കും ഏട്ടനൊക്കെ ചോറാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ ചോറ് കഴിക്കാൻ പറഞ്ഞിട്ടാണ് നല്ല വിശപ്പായിട്ടാണ്. അപ്പോൾ പിന്നെ ചോറും അതുപോലെ നമ്മുടെ കറിയും തൈരും വറ്റലും ഒക്കെ എടുത്തു. പിന്നെ ഞാൻ കഴിക്കാൻ വന്നപ്പോൾ നമ്മുടെ അക്ഷയ്ക്കും പോകാൻ ടൈം ആയിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ അവളും എൻ്റെ കൂടെ തന്നെ ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ ഏട്ടനും അശ്വിനും ഇപ്പോൾ കഴിക്കുന്നില്ല കേട്ടോ. അശ്വിൻ കുറച്ച് കഴിഞ്ഞിട്ട് മതി പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിക്കാൻ വിചാരിച്ചു. ചില ടൈമിലൊക്കെ നമുക്ക് ഇതുപോലെ നേരത്തെ കഴിക്കാൻ പറഞ്ഞിട്ടാണ് ഗ്യാസിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വിശക്കുന്ന സമയത്ത് കഴിച്ചില്ലെങ്കിൽ അത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി തീരും. അങ്ങനെ ഞാനും അക്ഷയൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇവർക്കുള്ള ഭക്ഷണമൊക്കെ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണിച്ചത് നമ്മുടെ അശ്വിൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ ചോറുണ്ടോണ്ടിരിക്കുമ്പോൾ ഫോണും കൊണ്ടുവന്നിട്ട് എടുത്തതാണ് കേട്ടോ. അവർക്ക് ചോറാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടാൾക്കും ഞാൻ ചോറാക്കി കൊടുക്കുകയാണ്. ഒരാൾക്ക് കപ്പയ്ക്ക വറ്റൽ മതി പറഞ്ഞു, ഒരാൾക്ക് അരി വറ്റൽ മതി പറഞ്ഞു. അപ്പോൾ അങ്ങനെ വറ്റലും ചോറും ഒക്കെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഏട്ടൻ ഇപ്പോൾ ചോറ് കൊണ്ടുപോകുന്നില്ല. എന്താ പറഞ്ഞാൽ പാലക്കാടല്ല ഓഫീസ് അവിടെ നമ്മുടെ ഹനുമാൻ്റെ അമ്പലത്തിലും അതുപോലെ അയ്യപ്പൻ്റെ അമ്പലത്തിലൊക്കെ ഈ കർക്കിടക മാസം ഫുള്ളായിട്ട് കഞ്ഞി ഉണ്ടാവും കേട്ടോ.
അപ്പോൾ നല്ല ചൂട് കഞ്ഞിയും കറിയും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് കർക്കിടക മാസം മിക്കവാറും ഭക്ഷണം കൊണ്ടുപോകാറില്ല, അവിടെ നിന്നാണ് കഴിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് ഇപ്പോൾ ഈ ഒരു മാസം ചോറാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇന്നലെ ഞാനും അശ്വിനും ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ഏട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടുന്ന് പാലക്കാട് പോകും, അവിടുന്ന് ഏട്ടൻ വന്ന് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിയിട്ട് പോകണം എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് ശേഷം ഡോക്ടറെയൊക്കെ കണ്ട്, കുട്ടികളുടെ ഡോക്ടറെ കണ്ട് അതിന് ശേഷം തിരിച്ച് വരുന്ന സമയത്ത് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ തന്നെ ഒരു അനുഗ്രഹം വേണമല്ലേ. അപ്പോൾ ഞാൻ അന്ന് കഴിഞ്ഞ ആഴ്ച ഇതുപോലെ എനിക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും തിരിച്ച് വരുന്ന സമയത്ത് ഇതുപോലെ കഞ്ഞി കുടിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ 2 പ്രാവശ്യം നമുക്ക് അവിടുത്തെ കഞ്ഞി കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഇതുവരെ നമ്മൾ പോയിട്ടില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് പോവുകയാണെങ്കിലല്ലേ ഭക്ഷണം കഴിക്കാൻ ആ ടൈമിൽ ഉണ്ടാവുള്ളൂ. നമ്മൾ മിക്കവാറും പോകുമ്പോൾ വൈകുന്നേരമായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണതുകൊണ്ട് ആ സമയത്ത് പോയിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യം കഴിച്ചത് നമ്മൾ ഹനുമാൻ്റെ അവിടെയാണ്. നിറയെ ആൾക്കാർ വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. എത്രയേറെ ആൾക്കാർ വന്ന് കഴിക്കുന്ന, ടൗണിൽ ജോലിക്ക് വരുന്ന മിക്കവാറും ആൾക്കാർ അവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട് കേട്ടോ. എല്ലാ ജോലിക്ക് വരുന്ന ആൾക്കാരും അതുപോലെ എന്താ പറയുക ഗവൺമെൻറ് ജോലിക്കാരും അങ്ങനെയുള്ളവരെല്ലാവരും നിറയെ ആൾക്കാർ വന്ന് കഴിച്ചിട്ടേ പോകുന്നുണ്ട്. ക്യൂ ഒന്നും നിൽക്കണ്ട കേട്ടോ. പോയത് നമുക്ക് അങ്ങനെ ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ഇന്നലെ അവിടുന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ അക്ഷയൊക്കെ സ്കൂളിലേക്ക് പോയി. അശ്വിൻ സ്കൂളിലേക്ക് പോകാൻ റെഡിയാണ്. നമ്മുടെ കുഞ്ഞുമണികൾ 2 ആളും ബൈക്കിൻ്റെ മേലെ കയറിയിരിക്കുകയാണ് കേട്ടോ. അശ്വിൻ പോണത് കണ്ടപ്പോൾ നമ്മുടെ റൗലിയും കൂടെ അവൻ്റെ കൂടെ പോയതാണ്. അങ്ങനെ എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ട് നമ്മുടെ അശ്വിൻ പോയി. ഇനി നമുക്ക് കുറച്ചുകൂടെ ജോലികളുണ്ട്. നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു. അതുപോലെ തന്നെ നമ്മൾ എല്ലാവിടെയും ഒന്ന് അടിച്ചെടുക്കണം, റൂമുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ കുറേ പേരൊക്കെ നമ്മുടെ അശ്വിന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ ദിവസവും കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കുറേ ദിവസം നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്നിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരുന്നവരും അതുപോലെ നമ്മുടെ വീഡിയോ ഇട്ടതിന് ശേഷം കണ്ടവർക്കും ഒരുപാട് നന്ദി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ റൂമെല്ലാം ഒന്ന് വൃത്തിയാക്കി, അതുപോലെ തന്നെ നമ്മുടെ ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കി, നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് റെഡിയാക്കി എടുത്തു. അതിന് ശേഷം എല്ലാവിടെയും ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും കേട്ടോ. അപ്പം നമ്മുടെ എന്താ പറയുക ചുരക്ക കൊണ്ടുള്ള കൂട്ടാൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നല്ല സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നാളെ ഉച്ചക്ക് 12:15 പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.